ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു സേമിയ ബിരിയാണിയാണ്. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 2-3 ചിക്കൻ പീസ് മതി. ഞാൻ ബോൺലെസ് ആണ് വേണ്ടത്, പക്ഷേ ഞാൻ സാധാരണ പീസ് തന്നെയാണ് എടുത്തത്. നമുക്ക് പിന്നെ അത് എല്ലൊക്കെ കളഞ്ഞ് എടുത്താൽ മതി. ഉപ്പും മുളകും മഞ്ഞളും മാത്രം ചേർത്തിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ സേമിയ വേവിക്കാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് 2-3 ഏലക്കായ, അതുപോലെ ചെറിയ കഷ്ണം പട്ട, ഇത്രയും ഇട്ട് കൊടുക്കുക. സവാളയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഇത് മാത്രം ചേർത്താൽ മതി. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പോൾ 1 കപ്പ് സേമിയയാണുള്ളതെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ 2 കപ്പ് സേമിയയാണുള്ളത്, അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ സേമിയയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് അടച്ച് വെക്കുകയാണ്. തിളച്ചിട്ട് മാത്രമേ നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സേമിയ. ഇത് ഫ്രൈഡ് സേമിയാണ് കേട്ടോ. നമുക്കിങ്ങനെ റോസ്റ്റഡ് സേമിയ അതുകൊണ്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ റോസ്റ്റഡ് അല്ല, സാധാരണ സേമിയ ആണെങ്കിൽ നമ്മളതൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതാകുമ്പോൾ എളുപ്പമാണ്, നമുക്ക് പിന്നെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വേവും. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി അതങ്ങ് കുറുകി വരും. ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കുമ്പോഴേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറും തോറും ഒന്ന് വേറിട്ട് വന്നോളും. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ, ഇനിയിപ്പോൾ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. ആ സവാള ഒന്ന് വഴറ്റിയെടുക്കുക. 1 സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് സവാള. ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ മതി, സ്ലൈസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി മസാലയിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 1 തക്കാളി ചേർത്തിട്ടുണ്ട്. ക്യാമറ ഓഫായി പോയി. 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 1 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്. പുതിന ചേർക്കേണ്ട ആവശ്യമില്ല, മല്ലിച്ചപ്പ് മാത്രം ഉണ്ടായിരുന്നാൽ മതി. വലിയ ഫ്ലേവറൊന്നും ആവശ്യമില്ല നമുക്കതിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് കുറച്ച് സമയം ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുകയാണ്. അപ്പോൾ തക്കാളി പെട്ടെന്ന് വെന്തോളും. തക്കാളി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ആ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു ചെറിയ പുളിപ്പ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചെറുതായിട്ട് എല്ലുകളൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാലും മതി, പക്ഷേ അപ്പോൾ തീരെ കുഞ്ഞായിപ്പോവും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഈ മസാലയെല്ലാം ചിക്കനിലും കൂടി ഒന്ന് പെട്ടെന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയായി, സേമിയയും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒറ്റ പണിയേ ഉള്ളൂ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സേമിയ ഇതിലേക്ക് ഇട്ടാലും മതി, ഈ മസാല നമ്മൾ സേമിയ വേവിച്ച പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി എല്ലായിടത്തും എല്ലാ ചേരുവകളും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി സേമിയ ബിരിയാണി റെഡിയായി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മാത്രമല്ല ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാം. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഞാനിതാ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കനൊന്നും ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് ചേർത്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്, നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
താങ്ക് യു.